UDF അധികാരത്തിലെത്തിയാൽ ആലുവ മൂന്നാർ രാജപാത തുറന്നു നൽകുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് പറഞ്ഞു. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനും ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കുമെതിരെ വനംവകുപ്പെടുത്ത വ്യാജക്കേസ് പിൻവലിക്കുക, കാലഹരണപ്പെട്ട വനനിയമങ്ങൾ പൊളിച്ചെഴുതുക, രാജപാത തുറന്നു നൽകുക, വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കോൺഗ്രസ് ഉപവാസ സമരം സംഘടിപ്പിച്ചത്. ബിഷപ്പിനും ജനപ്രതിനിധികൾക്കുമെതിരെ കേസെടുത്തത് ജനാധിപത്യ മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്നും കേസ് പിൻവലിക്കുന്നതുവരെ ശക്തമായ തുടർ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും PJ ജോസഫ് പറഞ്ഞു. പുന്നക്കോട്ടിൽ പിതാവോടെ യാത്രികൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ് വനംവകുപ്പ്. ഏറ്റവും വേഗം ആ കേസ് പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ആവശ്യമാണ്. പൂയംകുട്ടി വഴിയുള്ള ഈ പഴയ വഴി രാജപാത തുറന്നു കൊടുക്കണം. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ രംഗത്തുണ്ട്. ഈ കേസുകൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തെറ്റായ നടപടി വനംവകുപ്പിൻ്റെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഉപവാസം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ഈ ആവശ്യം സാധിച്ചു കൊടുക്കുന്നതിനും വരെ രംഗത്ത് അതെല്ലാം ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭാവിയിലേക്ക് ഈ റോഡ് തീർച്ചയായിട്ടും നിർമ്മിക്കാനുള്ള നടപടികളുണ്ടാകും. TU കുരുവിള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PC തോമസ്, മോൻസ് ജോസഫ് MLA, ജോയി എബ്രഹാം, ഫ്രാൻസിസ് ജോർജ് MP, അപ്പു ജോൺ ജോസഫ്, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, മാത്യു കുഴൽനാടൻ MLA, ഷിബു തെക്കുംപുറം, MJ ജേക്കബ്, ജെയ്സൺ ജോസഫ്, PM ജോർജ്, റോജൻ സെബാസ്റ്റ്യൻ, മാത്യു വർക്കി, ബോബി ജോൺ, KF വർഗീസ്, MP ജോസഫ്, ജോസഫ് M പുതുശ്ശേരി, കുഞ്ഞുകോശി പോൾ, തോമസ് M മാത്തുണ്ണി, സേവി കുരിശുവീട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.